സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും 300 രൂപ വെച്ച് കിട്ടുന്ന ഒരു ടൈഡിൻ്റെ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടൈഡ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഓഫറാണ്. ഈ ഒരു ഓഫറിൽ നിങ്ങൾ ഈ ഒരു ടൈഡ് ആപ്പിൻ്റെ ഒരു അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 300 രൂപയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അത് ഞാൻ 100% പറയുകയാണ്, നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സംശയമെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവിടെ എവിടെയൊക്കെ ആയിട്ട് പോകും. അപ്പം വീഡിയോക്ക് കുറച്ച് ലെന്ത് കൂടുതലായിരിക്കും, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ഒരു ടൈഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ടൈഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലറ്റ് കണക്കാണ്. നിങ്ങൾ ഇതിനകത്തേക്ക് ക്യാഷ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് UPI ട്രാൻസാക്ഷൻ പോലെയല്ല, നമ്മുടെ കാർഡ് വഴിയാണ് ട്രാൻസാക്ഷൻ. അപ്പോൾ കാർഡ് വഴി നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് 1.5% ക്യാഷ് ബാക്ക്, ഓരോ ട്രാൻസാക്ഷനിലും 1.5% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. വേറൊരു കമ്പനിയും ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഈ ഒരു എമൗണ്ട് ആയിട്ടുള്ള ഒരു 1.5% ക്യാഷ് ബാക്ക് തരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് കൊണ്ടാക്കാൻ ഒരു യൂസ് ഉണ്ട്. ഇത് നമ്മുടെ സാധാ ബാങ്ക് അക്കൗണ്ട് കണക്കല്ല, അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ അങ്ങനെയല്ല, ഒരു വാലറ്റ് കണക്കാണ്. ക്യാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാഷിനുള്ള സംഭവം നമുക്ക് ട്രാൻസാക്ഷൻ വഴി ചെയ്യാം. ട്രാൻസാക്ഷന് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല. പൈസ ആഡ് ആക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു 50 രൂപ ആദ്യമേ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി ആഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ചിലവിനനുസരിച്ചുള്ള എമൗണ്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 7-8 മാസമായിട്ട് ഈ ഒരു ടൈഡിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാർഡാണ് ഇത്. നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അതായത് നമുക്കിത് ഫ്രീ ആയിട്ട് തട്ടും. നമുക്ക് ഈ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഒരു 50 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് ഇതിനകത്ത് ഈ ഒരു കാർഡ് നമുക്ക് അവർ അയച്ചു തരും ഫ്രീ ആയിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക്. നമുക്ക് ഈ ഒരു കാർഡ് ആപ്പിൽ കയറി ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ ആപ്പിൽ നമുക്ക് വാലറ്റിൽ ആഡ് ചെയ്ത് കണക്ക് ക്യാഷ് അതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ള ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1.5% കിട്ടും. അത് എല്ലാ മാസവും അവസാനം നമ്മളുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും ആ ഒരു എമൗണ്ട്. അപ്പം നല്ല അടിപൊളിയാണ്. എനിക്ക് ഒരുപാടധികം ക്യാഷ് ബാക്ക് ഈ ഒരു ആപ്പിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഓഫറിനെ പറ്റി അറിയണ്ടേ, ഇത് വേറൊരു ഓഫറാണ്. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനുള്ളൊരു ഓഫറാണ്. അപ്പം ഇതിനുള്ള ബാക്കി ഡീറ്റെയിൽസ് അക്കൗണ്ടിൻ്റെ എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള, നമുക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 300 കിട്ടിയതിന് ശേഷം എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു. ഇപ്പം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക്. അപ്പം എങ്ങനെയാണ് ഈ ഒരു 300 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ UPIയിലേക്ക് കിട്ടുന്നത്. UPI എന്ന് പറയുമ്പോൾ ഫോൺ പേ, പേടിഎം, UPI, ഗൂഗിൾ പേ എല്ലാത്തിനകത്തോടെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. ഈ ഒരു 300 രൂപ കിട്ടും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ. അപ്പം അതെങ്ങനെയാണ് ആ ഒരു 300 രൂപയുടെ എമൗണ്ട് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് വിടാം. പക്ഷേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും മിക്കവരും ഈ ഒരു വീഡിയോ കാണാൻ പോകുന്നത്, ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്, ക്യാഷ് കിട്ടുന്ന കണ്ടന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഓഫർ ലിങ്ക് എന്നും പറഞ്ഞായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഓഫർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ UPI എൻ്റർ ചെയ്യാനായിട്ട് പറയും. അപ്പം നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, അതേപോലെ ഫാം പേ, അതേപോലെ ഇഷ്ടംപോലെ UPI ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു നിലവിൽ. അപ്പോൾ നിങ്ങൾ ഏത് UPI ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യുന്നത് അതിന് ആ ആപ്ലിക്കേഷനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ UPI കിട്ടും. ആ UPI അവിടെ കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് മൊബൈൽ നമ്പർ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന നമ്പരും ഇവിടെ കൊടുക്കുന്ന നമ്പർ സെയിം ആയിരിക്കണം. സോ നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 2-3 സിം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വെച്ചാണോ ആ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. സെയിം മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം നിങ്ങൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ തന്നെ ആലോചിക്കുക നിങ്ങൾ ഏതാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ളത് ആലോചിച്ചിട്ട് ആ ഒരു നമ്പർ ഇവിടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ UPI ഇവിടെ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ടൈഡ് ബിസിനസ് ഇന്ത്യ എന്നും പറഞ്ഞ് ഒരു ആപ്ലിക്കേഷനിലേക്ക് വരും. ഈ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പം അവർ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ആയി വരുന്ന സമയത്ത് നമ്മളിവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്ന വരെ. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ UPI, നമ്മുടെ ഈ ഗൂഗിൾ പേ, ഫോൺ പേ കണക്കത്തെ ആപ്ലിക്കേഷൻ കണക്ക് ഒരു ആപ്ലിക്കേഷനാണിത്.
അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അക്കൗണ്ട് കണക്കാണ്. അതായത് നമുക്ക് ഇതിനകത്തോട്ട് ക്യാഷ് ആഡ് ചെയ്തിട്ടിട്ട് നമുക്ക് ബിൽ പേയ്മെന്റ്സ് നടത്താം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, മൊബൈൽ റീചാർജ്, ഇങ്ങനെ എല്ലാ ബില്ല് പേയ്മെന്റ്സ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ATMന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഇവരൊരു ടൈഡ് കാർഡ് എന്നും പറഞ്ഞ ഒരു കാർഡ് അവർ നമുക്ക് അയച്ചു തരികയും ചെയ്യും നമ്മുടെ അഡ്രസ്സിലേക്ക്. ക്യാഷ് ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്, ഒരു ചാർജസും ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കുറേ പേര് ക്യാഷ് സേവ് ചെയ്യാനായിട്ടൊക്കെ ഇടുന്നുണ്ട്. സേവ് ചെയ്യാനൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ATM വഴി വിഡ്രോ ചെയ്യാനായിട്ട്. നമ്മുടെ ടൈഡിന്റെ ATM ഒന്നും വേണമെന്നില്ല. SBIയുടെ ATM ആയാലും ഏത് ATM ആയാലും അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു ടൈഡിന്റെ ഒരു കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നടിച്ച് നമുക്ക് കാശ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു കാർഡും അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ഇതിന് ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് പക്ക സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഒരു ബിസിനസ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബിസിനസ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ബിസിനസ് ഇല്ലല്ലോ എന്ന്. ബിസിനസ് ഒന്നും വേണ്ട, ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല, ബിസിനസ്സിൻ്റെ കാര്യങ്ങളെ ആവശ്യമില്ല. നമ്മളൊരു വെറുതെ നമുക്കൊരു ബിസിനസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടാക്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ചാർജസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിതാ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതാ ഇവിടെ ഓപ്പൺ ഫ്രീ അക്കൗണ്ട് എന്ന് പറഞ്ഞ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഓപ്ഷൻസ് ചോദിക്കും, നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നമ്പർ ഇവിടെ കാണിക്കും. ഓക്കെ, നമ്പർ ഇവിടെ കാണിക്കും. അതിനുശേഷം നമുക്കിവിടെ ആഡ് റെഫർ കോഡ് ഉണ്ട് കേട്ടോ. നമ്മൾ റെഫർ കോഡ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. റെഫർ കോഡ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. സോ നമ്മൾ ആഡ് റെഫർ കോഡ് കൊടുക്കണം. റെഫർ കോഡ് കൊടുക്കുന്ന കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റെഫർ കോഡ് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ റെഫർ കോഡ് കൊടുക്കാതെ കാണിച്ചതാണ്. നിങ്ങൾ റെഫർ കോഡ് മസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിച്ചു തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് അടിച്ചങ്ങ് പോവരുത്, റെഫർ കോഡ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഓൾറെഡി സ്റ്റാർട്ടഡ് ആണെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് ഒരു അക്കൗണ്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളത് കൊടുത്തതിന് ശേഷം നമുക്ക് പാൻ കാർഡ് അടിക്കാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പാൻ കാർഡ് അടിച്ചു കൊടുക്കണം. പാൻ കാർഡ് അടിച്ചൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. പിന്നെ നിങ്ങൾ ബിസിനസ് ചോദിക്കും. ബിസിനസ് ചോദിക്കുമ്പോൾ അതിനകത്ത് കുറേ ബിസിനസ്സിൻ്റെ ഓപ്ഷൻസ് കാണും. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ജോലിയുടെ ഒരു സാധനം കൊടുത്താൽ മതി. ഓക്കെ, കാരണം നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നും പറഞ്ഞ് കൊടുക്കരുത്. ഏതെങ്കിലും ബിസിനസ് നെയിമും കൊടുത്താൽ മതി. അവർ അങ്ങനെ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ബിസിനസ് നെയിമും കൊടുത്താൽ മതി. ബിസിനസ് നെയിം കൊടുക്കുക. ബിസിനസ് നെയിം കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റപ്പായി പോവുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീഡിയോ KYCയുടെ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഓക്കെ, ബിസിനസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റുഡൻറ് ഒരിക്കലും കൊടുക്കരുത്. ഏതെങ്കിലും ഒരു ബിസിനസ് കൊടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു ജോലി കൊടുക്കുക. ജോലിയും ചോദിക്കും നിങ്ങളുടെ അടുത്ത്, എവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ. പ്രൈവറ്റ് സെക്ടർ കൊടുത്താൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി ഉണ്ട്, നിങ്ങൾക്ക് പബ്ലിക് സെക്ടർ ആണെങ്കിൽ പബ്ലിക് സെക്ടർ കൊടുക്കുക. വേറെ ജോലികളാണെങ്കിൽ അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്, അത് കൊടുക്കുക. സ്റ്റുഡൻറ് ഒരിക്കലും കൊടുക്കരുത്. സ്റ്റുഡൻറ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടില്ല. സോ കാരണം ഇതൊരു ബിസിനസ് അല്ലേ, ബിസിനസ്സിൽ സ്റ്റുഡൻസ് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് സ്റ്റുഡൻസിന്റെ ആ ഒരു ഓപ്ഷൻ അതിനകത്ത് കാണും, അത് കൊടുക്കരുത്. നിങ്ങൾ അതിനകത്ത് പ്രൈവറ്റ് സെക്ടർ കൊടുക്കുന്നതിന് നല്ലത്. ഞാൻ പ്രൈവറ്റ് സെക്ടറാണ് കൊടുത്തത്. ഓക്കെ, നിങ്ങൾക്കും അത് തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങളുടെ ജോബൊക്കെ ചോദിക്കും. ഞാൻ സിവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ സിവിൽ എഞ്ചിനീയർ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെ കൊടുക്കാം, ഏതെങ്കിലും എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അവരങ്ങനെ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഓക്കെ, അതിനുശേഷം എല്ലാം കൊടുത്തല്ലോ, പാൻ കാർഡ് ആധാർ കാർഡ് നമ്പരും ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ KYC ചെയ്യണം. വീഡിയോ KYC എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ഉള്ള ആളാണ്, നിങ്ങൾ ട്രൂ ജെന്യൂൻ ആയിട്ടുള്ള ആളാണെന്ന് തെളിയിക്കാനായിട്ടാണ് വീഡിയോ KYC. അവരുടെ ഒരു ഏജന്റ് വന്നിട്ട് നമ്മൾ വീഡിയോ കോളിൽ കണക്ട് ആവും. അത് അടുത്തടുത്ത ഓപ്ഷനിലേക്കാണ്. അതായത് നിങ്ങളിപ്പം ഈ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് വരുമ്പോൾ ഇതേ കണക്ക് നിങ്ങൾ വീഡിയോ KYCയുടെയൊക്കെ റീഡാക്ട് ആവും. ഈ വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ബാക്കി ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. വീഡിയോ KYC എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് ഒരു വെബ്സൈറ്റിലേക്ക് വരും. വെബ്സൈറ്റിലേക്ക് വന്നിട്ട് എല്ലാ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാൻ പറയും. പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പാൻ കാർഡ്, ഒറിജിനൽ പാൻ കാർഡും അതേപോലെ തന്നെ ആധാർ കാർഡൊക്കെ കയ്യിൽ വെച്ചേക്കുക. അതിനുശേഷം ഇവിടെ ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ഈ ഒരു ടിക്ക് ബട്ടൺ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഇതാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ആധാർ കാർഡ് കൊടുക്കണം. ആധാർ കാർഡ് കൊടുത്ത് ഈ ഒരു ടെക്സ്റ്റ് ഇവിടോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കണം. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ആധാർ കാർഡും ടിക്ക് ചെയ്ത് കൊടുക്കണം, നമ്മുടെ പാനും ടിക്ക് ചെയ്ത് കൊടുക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യണ്ട. അതിനുശേഷം താഴെയായിട്ട് നോ യുവർ കസ്റ്റമർ പർപ്പസ് എന്താണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ കൊടുക്കണം, കാരണം അവർക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നത്. അതിനുശേഷം താഴെ നമ്മൾ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബിസിനസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ബിസിനസ് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ബിസിനസ് നമുക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പ്രൈവറ്റ് സെക്ടർ എന്നാണ് കൊടുത്തത്. നിങ്ങൾക്കും അതേ കണക്ക് കൊടുക്കാം, പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കാം. സ്റ്റുഡൻറ് ഒരിക്കലും കൊടുക്കരുത്. ഹൗസ് വൈഫ് കൊടുക്കാം, വേറെ എല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല.
ഹൗസ് വൈഫ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ബിസിനസ് ഉള്ളതായിട്ട് കാണിക്കാനായിട്ട് പ്രൈവറ്റ് സെക്ടറൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് കാറ്റഗറി ഏതാണെന്ന് ചോദിക്കുക. അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇൻകം ചോദിക്കുമ്പോൾ ഞാൻ അപ് ടു 1 lakh ആണ് കൊടുത്തത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും കൊടുക്കാം, അധികം കൊടുക്കണ്ട കേട്ടോ. അപ്പം ഒരു പരിധിയിൽ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ KYCക്ക് അവർ ചോദിക്കുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഒരു വീഡിയോ KYCയിലേക്ക് വരും. അതിനുശേഷം ഞാൻ എൻ്റെ ഇത് കണ്ടോ, ഞാൻ വീഡിയോ KYC അറ്റൻഡ് ചെയ്തതാണ്. ഇങ്ങനെ നമ്മൾ ഇരിക്കുക ക്യാമറയുടെ മുമ്പിൽ. അവർ ഇങ്ങോട്ട് വിളിക്കും. ഇവരിങ്ങോട്ട് വിളിച്ചിട്ട് ഒരാളായിരിക്കും വിളിക്കുന്നത്. ഒരാൾ വിളിച്ചിട്ട് ഇതേ കണക്ക് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് അവർ പറഞ്ഞു തരും. നമ്മളുടെ പേരൊക്കെ പറയാൻ പറയും, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയാൻ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം വെരിഫിക്കേഷൻ സക്സസ് ആവും. നമ്മുടെ പാൻ കാർഡൊക്കെ കാണിക്കാൻ പറയും ക്യാമറയിൽ. അപ്പം നമ്മൾ ക്യാമറയെല്ലാം കാണിച്ചു കൊടുത്ത് അവർ ഫോട്ടോ എടുത്തതിന് ശേഷം സക്സസ് ആവും. ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അത് ഈ ഒരു വീഡിയോ KYC സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആപ്പിനകത്ത് കയറിയാൽ മതി. ആപ്പ് വീണ്ടും ഡിലീറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. ആപ്പ് ക്ലോസ് ചെയ്തിട്ട് ആപ്പ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോ KYC ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും പേയ്മെൻറ്റ് കിട്ടാതിരിക്കുക അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, സോ വീഡിയോ KYC അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ KYCക്കുള്ള ഏജൻസി ഇല്ല, അതായത് ഈ ഒരു ഓഫറിനകത്ത് വീഡിയോ KYCയുടെ സമയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ KYC അവൈലബിൾ ആണ്. രാവിലെ 10 മണി തൊട്ട് രാത്രി 9 മണി വരെയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. സ്ക്രീനിൽ കാണിച്ചേക്ക് എത്ര മണി വരെയാണ്. അപ്പോൾ ആ ഒരു ടൈമിന് ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ KYC ചെയ്യാൻ പറ്റും. അതായത് ആ സമയത്താണ് ഈ ഒരു ഏജൻസ് ആക്റ്റീവ് ആയിട്ടുള്ളത്. രാത്രി ഒന്നും ഒരു ഉറക്കോട് ചെയ്തിരിക്കത്തില്ല. അപ്പം ആ ഒരു സമയത്തായിരിക്കും ഇവർ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ സമയത്ത് അല്ല ഈ ഒരു ഓഫർ ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു ടൈമിൽ വന്നിട്ട് ഈ ആപ്പിൽ കയറി KYC ബാക്കി ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ KYC ബാക്കി ചെയ്താൽ മതി. എപ്പോഴായാലും നിങ്ങൾ KYC ചെയ്താൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എപ്പോഴായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ KYC ചെയ്താൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മുടെ വീഡിയോ KYC കംപ്ലീറ്റഡ് ആയതിനു ശേഷം ഇതേപോലത്തെ പേജാണ് വരുന്നത്. KYC പ്രോസസ് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ്സ് അണ്ടർ റിവ്യൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അവർ ആ ഒരു സംഭവം ആക്ടിവേറ്റ് ആക്കി തരും, നമ്മളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി തരും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ നേരം എടുക്കുമായിരിക്കും. എനിക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി. അത് ഞാൻ അങ്ങനെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു എനിക്ക് മൊബൈലിൽ. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും മൊബൈലിൽ നിന്ന്. ഇതേ കണക്ക് മേളി വരും, നോട്ടിഫിക്കേഷൻ വരും. ഇതേ കണക്ക് അക്കൗണ്ട് അപ്രൂവ് ആയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞുതരാം. അപ്പോൾ അക്കൗണ്ട് അപ്രൂവ് ആയി നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു അക്കൗണ്ട് അപ്രൂവ് ആയതിന്. അതിനുശേഷം നിങ്ങൾ ആപ്പിൽ കയറിയതിന് ശേഷം ഇതേപോലെ ഇതാണ്, ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അതായത് നമ്മൾ പൈസ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു 50 രൂപയെങ്കിലും മിനിമം ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അക്കൗണ്ട് അപ്രൂവ് ആവത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാ, നമുക്ക് അവിടെ മേളി ആഡ് മണി ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ നമുക്ക് ആഡ് മണി ഓപ്ഷൻ ഉണ്ട്. ആഡ് മണി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കണം. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് 50 രൂപ ആഡ് ചെയ്യാം, UP വെച്ച് നമുക്ക് 50 രൂപ ആഡ് ചെയ്യാം, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഏത് മേടിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 50 രൂപ ആഡ് ചെയ്യാൻ പറ്റും. UP ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ Paytm വഴി നമുക്ക് 50 രൂപ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 50 രൂപ ടൈപ്പ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ 50 to പേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ മൊബൈലിലുള്ള Paytm-ഉം ഫോൺ പേയും ഗൂഗിൾ പേ എല്ലാം ഇവിടെ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? അപ്പം നമുക്ക് ഏത് വഴിയാണോ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടുന്നത് ആ ഒരു ആപ്പിൻ്റെ പേരിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു 50 രൂപ തൊട്ട് ആഡ് ചെയ്യും. ഞാൻ ഇതേ കണക്ക് 50 രൂപ ആഡ് ചെയ്തു. 50 രൂപ ആഡ് ചെയ്തതിന് ശേഷം ഇത്രയേ ഉള്ളൂ പരിപാടി. ഇവിടെ ബാലൻസിൽ 50 രൂപ കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി, നിങ്ങൾക്ക് സക്സസ് ആയി. ടൈഡിൻ്റെ കാർഡ് അത് നമ്മുടെ അഡ്രസ്സിലോട്ട് അവർ അയച്ചു തരുമായിരിക്കും. അപ്പം അത് അയച്ചു തന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ കാർഡ് വരുന്ന സമയത്ത് ആ കാർഡിനകത്തൊരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അത് ഈ ഒരു കാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻ്റെ നമ്പർ കാണും, അല്ലെങ്കിൽ എൻ്റെ ബോട്ട് ID കാണും. അവിടെ നിന്ന് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പം ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തിരിക്കുക. കാരണം അവിടെ ഈ ഒരു പേയ്മെൻറ്റ് വരുന്ന സമയത്തുള്ള അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ 2 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കിട്ടാനായിട്ട് പേയ്മെൻറ്റ് ഞാൻ കൊടുത്തു എന്നുള്ള രീതിയിൽ കമ്പനിയിൽ നിന്ന് എന്നെ അറിയിക്കുന്ന സമയത്ത് ഞാനത് വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. സോ അവിടെ ജോയിൻ ചെയ്തിരിക്കാം. പിന്നെ ഇപ്പം നിങ്ങൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു അക്കൗണ്ട് നിങ്ങളിപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് വീഡിയോ KYC കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 300 രൂപ 2 ദിവസം കൊണ്ട് കിട്ടും. അത് അവിടം വരെ നിൽക്കട്ടെ. അപ്പം ഈ ഒരു റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു കമ്പനി തരുന്നതാണ്. അതായത് ഈ ഒരു ടൈഡിൻ്റെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കാർഡ് വരും. ഈ ഒരു കാർഡ് നിങ്ങളുടെ ആ ഒരു അഡ്രസ്സിലേക്ക്, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ്സിലേക്ക് കിട്ടും. അപ്പം ഈ ഒരു സംഭവം വന്നതിന് ശേഷം, ഈ ഒരു കാർഡ് വന്നതിന് ശേഷം നിങ്ങൾ ആപ്പിൽ കയറി ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളതാണ് പരിപാടി. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൻ്റെ വാലറ്റിലേക്ക് 25 രൂപ കിട്ടും. 25 രൂപ ബോണസായിട്ട് കിട്ടും. ഓക്കെ, 25 രൂപ ബോണസായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങൾ ആഡ് ചെയ്ത 50 രൂപ അതിനകത്ത് കാണും. അതുകൂടാതെ ഇനി നിങ്ങൾ അതിനകത്ത് ക്യാഷ് ആഡ് ചെയ്ത് ഓരോ ട്രാൻസാക്ഷനും, അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു കടയിൽ പോയി ഷോപ്പ് ചെയ്തു. അപ്പോൾ അവിടെ കാർഡ് എടുക്കും. അപ്പം നിങ്ങൾ ചോദിക്കുക അവർ എത്രയാണ് എമൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത്ര എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യുക, ടൈഡിൻ്റെ ആപ്പിൽ കയറി ആഡ് മണി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു എമൗണ്ട്, അതായത് അവിടെ കൊടുക്കേണ്ട ഒരു എമൗണ്ട് അത്രയും നിങ്ങൾ അതിനകത്തൊക്കെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ചാർജ് ഒന്നും പിടിക്കുന്നില്ല, അതിൽ കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഈ ഒരു കാർഡ് അവിടെ കൊടുത്ത് പിൻ നമ്പർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആപ്പിൽ കയറിയിട്ട് കേട്ടോ. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പം ഈ ഒരു കാർഡ് കൊണ്ട് അവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ആ ഒരു വാലറ്റിൽ നിന്ന് പോവുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് 1.5% ക്യാഷ് ബാക്ക് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി ആപ്പിനകത്ത് ആഡ് ആവും. അത് നിങ്ങൾക്ക് എല്ലാ മന്തും അവസാനമായിരിക്കും കിട്ടുന്നത്. ആ ഒരു മന്തിൽ നിങ്ങൾ എക്സ്പെൻസ് എത്രത്തോളം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ 1.5% അടുത്ത മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആവും. അതായത് ആ ഒരു ടൈഡിൻ്റെ അക്കൗണ്ടിലേക്ക് ആഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 1 രൂപ പോലും നിങ്ങൾ ഈ ഒരു കാർഡിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം വളരെ ബെനിഫിറ്റ് ഉള്ളൊരു കാർഡാണ് ടൈഡിൻ്റെ കാർഡ്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരികയാണ്. അതായത് 1.5% അല്ല, അതിൽ കൂടുതൽ ബെനിഫിറ്റ്സ് ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു 300 രൂപ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടത്തില്ലേ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ്, അതുകൊണ്ടപ്പോൾ ഈ ഒരു ഫ്രീ കാർഡും കൂടി കിട്ടിയാണ്. അതും 1.5% ഓരോ ട്രാൻസാക്ഷനും ക്യാഷ് ബാക്ക് തരുന്ന ഒരു കാർഡ് കിട്ടിയാണ്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആപ്പിലൂടെ ക്യാഷ് ആഡ് ചെയ്ത് ഓരോ സ്റ്റോഴ്സിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യും. അപ്പം മിസ് ചെയ്ത് കളയരുത്. ഞാനിപ്പം ഒരു 7-8 മാസമായിട്ട് ഈ ഒരു ആപ്പിലൂടെ തന്നെയാണ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ടെലിഗ്രാമിൻ്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടുമ്പോൾ ഇനിയും ഇതുപോലത്തെ അടിപൊളി ഇൻഫോർമേറ്റീവ് കണ്ടൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഉപകാരമായിരിക്കും. സോ സബ്സ്ക്രൈബ് വെച്ചേക്കാം. വീഡിയോയിൽ എന്തോ ഒരുപാട് കൂടിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇതിൽ നല്ല വീഡിയോസ് വീണ്ടും കാണാൻ പറ്റും. ഗുഡ് ബൈ.